സ്നേഹമുള്ളവരെ, നമ്മൾ വത്തിക്കാനിലെ മനോഹരമായ പുൽക്കൂടുകൾ കാണാനായിട്ട് ഇന്ന് പോവുകയാണ്. നമുക്ക് ഈശോയുടെ ജനന തിരുനാൾ ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ പുൽക്കൂടുകൾ, മനോഹരമായ പുൽക്കൂടുകളൊക്കെ കാണാം, പ്രാർത്ഥിക്കാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം മനുഷ്യ മക്കളെ അത്രയധികമായിട്ട് സ്നേഹിച്ചു. തുടർന്ന് 17-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ്. ലോകരക്ഷകനായ ഈശോയുടെ ജനന തിരുനാൾ ആഘോഷിക്കാനായിട്ട് ലോകം മുഴുവനും ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വിവിധ രീതിയിൽ ക്രിസ്മസ് ആഘോഷിക്കപ്പെടുന്നുണ്ട്. ഇറ്റലിയിൽ, റോമിൽ ക്രിസ്മസ് ആഘോഷത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിരിക്കുന്ന ഇലുമിനേഷൻ ഡെക്കറേഷൻസ് ഒക്കെയാണ് നമ്മൾ കാണുക. എല്ലാ വഴികളും വ്യത്യസ്തമായ രീതികളിലാണ്, ഒരുപക്ഷെ വഴി മാറിപ്പോകാതിരിക്കാനായിരിക്കാം, വ്യത്യസ്തമായ രീതികളിലാണ് ഓരോ വഴിയും ഇലുമിനേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുക. അവരുടെ ജനനത്തിലെ മാലാഖമാരെ ആർത്തുപാടി അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ നല്ല മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സുള്ളവർക്ക് എന്നും സമാധാനമാണ് അല്ലേ? ഈശോയുടെ സമാധാനവും സന്തോഷവും ഒക്കെ അവരുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ക്രിസ്മസിന് മാത്രമല്ല, എപ്പോഴും ഈശോയുടെ ആ സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കട്ടെ. നമ്മളിതാ റോമിലെ വഴികളിലൂടെ ഇങ്ങനെ നടന്ന് നീങ്ങുകയാണ്. വ്യത്യസ്തമായ രീതിയിൽ ഓരോ വഴിയും ഇലുമിനേറ്റ് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇതൊക്കെ കാണാനായിട്ട് ഒത്തിരി ആളുകളും എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമ്മൾ വത്തിക്കാനിലേക്ക് നീങ്ങുകയാണ്. വത്തിക്കാനിൻ്റെ വഴികളിൽ വ്യത്യസ്തമായ രീതിയിലുള്ള, നമ്മളെ ആശ്ചര്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രകടനങ്ങൾ ഓരോരുത്തരും കാഴ്ചവെക്കുക. ഇതുണ്ടോ, വേസ്റ്റുകളൊക്കെ കളക്ട് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണിത്. നമുക്കൊന്ന് കേൾക്കാം. ഇത്ര മനോഹരമായിട്ടാണ് അവർ കളിക്കുന്നത്. അവിടെയൊക്കെ കുട്ടികളൊക്കെ കൂടി നിന്ന് ഇത് ആഘോഷമാക്കുന്നു. ഇങ്ങനെ വഴി നീളെ ഇതെവിടെ ഒരു ചെറിയൊരു ചെറുപ്പക്കാരൻ മ്യൂസിക് പ്ലേ ചെയ്തുകൊണ്ട് പാടുകയാണ്. അങ്ങനെ ഓരോ ഈ വഴി നീളെ ഇങ്ങനെ ഓരോരുത്തരും വ്യത്യസ്തമായ പ്രകടനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഈ വഴിയിലൂടെ നടന്നു നീങ്ങി നമ്മൾ വത്തിക്കാൻ്റെ മുന്നിലേക്ക് എത്തുകയാണ്. വത്തിക്കാനിൽ നമുക്ക് കാണാം വളരെ മനോഹരമായ ദീപാലങ്കാരങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ ക്രിസ്മസ് ട്രീ. അതുപോലെ തന്നെ തൊട്ടടുത്ത് വലിയൊരു പുൽക്കൂട്. നമ്മൾ ഇത്രയും അകലെ നിന്ന് നോക്കുമ്പോഴും ഇത്രയും വലിയ പുൽക്കൂടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 2025 മഹാജൂബിലി വർഷത്തോടനുബന്ധിച്ച് അതിൻ്റെ സമാപനത്തിലുണ്ടാക്കിയിരിക്കുന്ന ഈ വലിയ പുൽക്കൂട് വളരെ വലുതാണ്. ഇങ്ങേ സൈഡിൽ നമുക്ക് കാണാം ഒരു 2 നില കെട്ടിടമാണ്. ആ 2 നില കെട്ടിടത്തിൽ അതിൻ്റെ പൊക്കവും വിസ്തൃതിയൊക്കെ ഉള്ള വലിയൊരു കെട്ടിടം. അതിനകത്ത് വിശുദ്ധ അൽഫോൻസ് ലിഗോരിയെ നമുക്ക് കാണാം. അൽഫോൻസ് ലിഗോരി കുട്ടികളോട് കൂടെ പാട്ട് പാടുന്നതൊക്കെ നമുക്ക് കാണാം. കാരണം വിശുദ്ധ അൽഫോൻസ് ലിഗോരി ക്രിസ്മസുമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വർണ്ണിക്കുകയും അതിനെക്കുറിച്ച് ഒത്തിരി മ്യൂസിക്കുകളൊക്കെ കമ്പോസ് ചെയ്തിട്ടുണ്ട്. ബട്ട് യു കം ഡൗൺ ഫ്രം സ്റ്റാർസ് എന്ന് പറഞ്ഞ മനോഹരമായ ഇറ്റാലിയൻ ഗാനമൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊക്കെ ഇറ്റലിയിലൊക്കെ വളരെ ഫേമസ് ആണ്. അതൊക്കെ ചിത്രീകരിച്ചുകൊണ്ടുള്ള, അതുപോലെ തന്നെ ഇറ്റാലിയൻ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഭാഗങ്ങളൊക്കെ കാണിച്ചുകൊണ്ടുള്ള മനോഹരമായ പുൽക്കൂട് കണ്ട് നമുക്ക് ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ ഈശോയുടെ ജന്മതിരുനാൾ ആഘോഷിക്കുമ്പോൾ ഈശോയുടെ പ്രത്യേക അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ, സന്തോഷവും സമാധാനവും ഒക്കെ സ്വീകരിക്കാൻ, ഈശോ നൽകുന്ന രക്ഷ സ്വീകരിക്കുവാനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങുകയും ചെയ്യാം. ജൂബിലിയുടെ ഈ സമാപനത്തോടനുബന്ധിച്ച് 100ഓളം ചെറിയ ക്രിബുകൾ വത്തിക്കാൻ സ്ക്വയറിൽ ഒരുക്കിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് മനോഹരമായിട്ട് കണ്ട് ആസ്വദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ പ്രാവശ്യത്തെ ചെറിയ ക്രിബുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം ജീവസുറ്റ ചലനം ഉള്ള ക്രിബുകളാണ്. അത് വളരെ മനോഹരമാണ് കാണാനായിട്ട്. നമുക്കതൊക്കെ കണ്ട് ആസ്വദിക്കാം. ഒരു പക്ഷേ നമുക്ക് പകൽ വെളിച്ചത്തിൽ വത്തിക്കാനിലെ ഈ ക്രിബുകളൊക്കെ മനോഹരമായിട്ട് കാണാനായിട്ട്, വ്യക്തതയോടെ മനസ്സിലാക്കാനും കാണാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അപ്പം നമുക്ക് പകൽ വെളിച്ചത്തിൽ ഈ വത്തിക്കാനിലെ ക്രിബുകളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാം. വത്തിക്കാൻ എന്ന ഈ ചെറിയ രാജ്യത്തിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ കാണുക. ഇവിടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ പരിശുദ്ധ ലിയോ മാർപ്പാപ്പ ഇന്ന് കോമൺ ഓഡിയൻസ് കൊടുക്കുന്ന ദിവസമാണ്. കോമൺ ഓഡിയൻസിലുള്ള ആളുകളൊക്കെ മാർപ്പാപ്പയെ കണ്ട് മടങ്ങിപ്പോകുന്നു.
ഇനി സ്പെഷ്യൽ ഓഡിയൻസിലുള്ള ആളുകൾ മാർപ്പാപ്പയെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ അങ്ങ് അകലെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ മുന്നിൽ കാണുക. നമ്മുടെ കണ്ണ് അങ്ങോട്ടെത്താനായിട്ട് സാധിക്കില്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ കാണാം. മാർപ്പാപ്പ ഓരോരുത്തരെയും കണ്ട് പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഈ ക്രിസ്മസിന് നമുക്ക് സന്ദേശം നൽകുക ബഹുമാനപ്പെട്ട അനുവിൻ മാത്യു താന്നിക്കലച്ചനാണ്. അച്ഛൻ്റെ ഹൃദ്യമായ ഈ സന്ദേശം, വലിയ അർത്ഥങ്ങളുള്ള ഈ സന്ദേശം ചുരുങ്ങിയ വാക്കുകളിൽ അച്ഛൻ നമുക്ക് തരികയാണ്. മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുമസിൻ്റെ ആശംസകൾ സ്നേഹത്തോടു കൂടെ നേരുന്നു. രക്ഷകനായ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ശാന്തിയും നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ്. ഇന്ന് നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. എന്താണ് ക്രിസ്മസ്? പിതാവായ ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വാഗ്ദാനം നിറവേറ്റുന്ന ദിനമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. പിതാവായ ദൈവം തൻ്റെ ജനത്തിനൊരു വാഗ്ദാനം നൽകുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ രക്ഷയ്ക്കായി ഞാൻ രക്ഷകനെ അയക്കും, എൻ്റെ മകനെ അയക്കും. പിതാവായ ദൈവം ഈ വാഗ്ദാനം നിറവേറ്റിയ ഈ ദിവസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ, പ്രോമിസുകൾ കീപ്പ് ചെയ്യുന്നവരാണോ എന്ന്. പിതാവായ ദൈവം തൻ്റെ വാഗ്ദാനം കീപ്പ് ചെയ്ത പോലെ നമ്മൾ മറ്റുള്ളവർക്ക് നൽകുന്ന വാഗ്ദാനങ്ങൾ കീപ്പ് ചെയ്യാറുണ്ടോ? നമ്മുടെ ജീവിത പങ്കാളിക്കാവാം, മക്കൾക്കാവാം, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കാകാം, സഹോദരങ്ങൾക്കാകാം. നമ്മൾ പലപ്പോഴും വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. ഞാൻ നിനക്ക് ഇന്ന കാര്യം ചെയ്തുതരാം, അല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ നിന്നോട് ഇങ്ങനെ പെരുമാറുള്ളൂ, അല്ലെങ്കിൽ ഇനി മുതൽ ഞാൻ നിന്നെ ഇങ്ങനെ സ്നേഹിക്കാം, ഞാൻ നിന്നെ ഇങ്ങനെ കെയർ ചെയ്യാം എന്നൊക്കെ നമ്മൾ വാഗ്ദാനങ്ങൾ നൽകാറുണ്ട്. ഈ വാഗ്ദാനങ്ങൾ, ഈ പ്രോമിസുകൾ പിതാവായ ദൈവത്തെ പോലെ നമ്മൾ കീപ്പ് ചെയ്യാറുണ്ടോ? അങ്ങനെ നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ക്രിസ്മസ് സംഭവിക്കുകയാണ്. ഒരു സന്തോഷത്തിന് അനുഭവം ഉണ്ടാവുകയാണ്, സമാധാനത്തിന് അനുഭവം ഉണ്ടാവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഗ്ദാനങ്ങൾ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ, നമ്മളത് പാലിക്കുന്നവരാകുമ്പോൾ അവരുടെ ജീവിതത്തിലേക്കൊക്കെ ഈ ക്രിസ്തുമസിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ അനുഭവം നൽകാനായിട്ട് നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഇന്നത്തെ ഈ ക്രിസ്മസ് ദിനത്തിൽ നമുക്ക് ഒരു പ്രതിജ്ഞ എടുക്കാം. ഞാൻ മറ്റുള്ളവർക്ക് നൽകുന്ന പ്രോമിസുകൾ, എൻ്റെ ജീവിത പങ്കാളിക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ ആർക്കും ആകട്ടെ, ഞാൻ നൽകുന്ന പ്രോമിസുകൾ ഞാൻ കീപ്പ് ചെയ്യും. അങ്ങനെ അവരുടെ ജീവിതത്തിലേക്ക് ക്രിസ്തുമസിൻ്റെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു അനുഭവം അവർക്ക് നൽകാനായിട്ട് ഞാൻ ശ്രമിക്കും. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വത്തിക്കാനിലെ ജൂബിലി സമാപനത്തോടനുബന്ധിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ വലിയ ക്രിബും അതോടൊപ്പം തന്നെ ഹൃദയസ്പന്ദനമുള്ള ചലിക്കുന്ന ക്രിബുകളൊക്കെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ ഒരു പുൽക്കൂടിനകത്തേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്റ്റാച്ചുകൾ, രൂപങ്ങളൊക്കെ ഒരാളുടെ അത്രയും തന്നെ വലിപ്പമുള്ളതാണ്. രണ്ടാം നിലയിൽ ജനലിക്കടെ ഒരാൾ നോക്കുന്നതായിട്ട് നമുക്ക് കാണാം. താഴെ ആടുകൾ മേയുന്ന ആട്ടിൻ തൊഴുത്ത്, അതുപോലെ ഓരോന്നും. ഇന്നൊരു മഴയുള്ള ദിവസമാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവിടെ ഒരു ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അധികമൊന്നും വിശദീകരിക്കുന്നില്ല, എങ്കിൽ തന്നെയും 2025 വർഷത്തിൻ്റെ അവസാനത്തിൽ, അല്ലെങ്കിൽ ജൂബിലി വർഷത്തിൻ്റെ സമാപനത്തോടനുബന്ധിച്ച് നമ്മൾ വത്തിക്കാനിലായിരിക്കുമ്പോൾ ഈ മനോഹരമായ പുൽക്കൂട് കൺകുളിർക്കെ കണ്ട് അനുഭവിച്ച് ആസ്വദിക്കാം. ഇനി ഈ പുൽക്കൂടിൻ്റെ ഇടതുവശത്തായിട്ട് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഇടതുവശത്തേക്ക് നമ്മൾ നീങ്ങുമ്പോൾ അവിടെയാണ് ജൂബിലി വർഷത്തിനോടനുബന്ധിച്ചുണ്ടാക്കിയിരിക്കുന്ന മറ്റ് 100ഓളം പുൽക്കൂടുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. നമുക്ക് അങ്ങോട്ട് നീങ്ങാം. ഇതാണ് പുൽക്കൂടുകൾ കാണുവാനായിട്ട് ഉള്ള എൻട്രൻസ്. ഈ ഒരു കവാടത്തിനുള്ളിലൂടെ നമുക്ക് അകത്തേക്ക് കിടക്കാം. മനോഹരമായ പുൽക്കൂടുകൾ
കണ്ടാസ്വദിക്കുകയും ചെയ്യാം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാണുന്ന ക്രിബ്, അതിനുശേഷം മെക്സിക്കോക്കാരുണ്ടാക്കിയിരിക്കുന്ന ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് ക്രിബുമാണ് നമ്മൾ കാണുക. കൊട്ടയും അതുപോലെ തന്നെ മറ്റ് ഉപകരണങ്ങളൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിട്ടുള്ള ഒരു മിശ്രിതമായ ഒരു ക്രിസ്മസ് ട്രീ ആണ് നമ്മൾ കാണുക. വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ട്രീ. അതുപോലെ തന്നെ മെക്സിക്കൻസിൻ്റെ ക്രിബ് നമുക്ക് കാണാം. ഇനി അങ്ങനെ ഓരോ രാജ്യക്കാരും അല്ലെങ്കിൽ വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റും അങ്ങനെ വ്യത്യസ്തമായ ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന വ്യത്യസ്തമായ ക്രിബുകളാണ് നമ്മൾ കാണുക. ഓരോ ക്രിബിനടിയിലും ഒരു ചെറിയ മഞ്ഞ ബോർഡ് നമുക്ക് കാണാം. ആ ബോർഡിൽ അതുണ്ടാക്കിയിരിക്കുന്നവരുടെ പേരും അതിൻ്റെ വിവരണങ്ങളും അത് പ്രദാനം ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ വിശദമായിട്ട് കുറിച്ചിട്ടുണ്ട്. നമ്മുടെ സമയപരിധി കൊണ്ട് നമ്മൾ ജസ്റ്റ് വായിച്ചു പോകുന്നെങ്കിലും അത് വിവരിക്കാനായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് ഓരോ ക്രിബുകളും ചലിക്കുന്ന ക്രിബുകളാണ്. ഒട്ടുമിക്ക ക്രിബുകളും ചലനാത്മകമായ ക്രിബുകളാണ്. ഈ ഒരു പുൽക്കൂടിൻ്റെ പ്രത്യേകത, ഇത് അസിസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് പുതുക്കി പണിത പോർച്ചുഗല ദേവാലയത്തിൻ്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുൽക്കൂടാണ്. ഇതിൽ വിശുദ്ധ ഫ്രാൻസിസ് അസിസിയും അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയും അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ഒരു ക്രിബ്, അത് വേറെ ഒരു രീതിയിൽ അവർ ചെയ്തിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തപ്പോൾ ഈ ഒരു ക്രിബിൻ്റെ പല ഭാഗങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവർ വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റിൽ വ്യത്യസ്തമായ രീതിയിൽ ഈ പ്രാവശ്യം അത് ക്രമീകരിച്ചു. ഈ ഒരു ക്രിബിലെ എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എല്ലാ സ്റ്റാച്ചുകളാകാം അല്ലെങ്കിൽ മൃഗങ്ങളാകാം, എല്ലാം തന്നെ ഇതിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. യേശുപിതാവിൻ്റെ കയ്യിൽ ആ വിളക്ക് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പരിശുദ്ധ അമ്മ ആ ടൗല് ഉണ്ണീശോയെ ആ ടൗല് പുതപ്പിക്കുന്നതായിട്ട് അത് ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാം. അവിടെ പശു പുല്ല് തിന്നുന്നതായിട്ടും കഴുത പുല്ല് തിന്നുന്നതായിട്ടൊക്കെ നമുക്ക് കാണാം. അങ്ങനെ ഓരോന്നും ഇവിടെ ആടിൻ്റെ രോമം കത്തിരിക്കുന്നത് നമുക്ക് കാണാം. വെള്ളം കോരുന്നത് കാണാം. ഒരാളവിടെ കിടക്കുന്നതും ആ കിടക്കുന്ന ആളുടെ അടുത്ത് ആട് നിൽക്കുന്നതൊക്കെ ആയിട്ട് നമുക്ക് കാണാം. ഇത് അടുത്ത് ചലിക്കുന്ന ക്രിബിലേക്ക് വരികയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്രിബാണിത്. ഇതിലും ഈ പറഞ്ഞതുപോലെ എല്ലാം ഒരാൾ മരം മറക്കുന്നു, അപ്പുറത്തൊരു അമ്മച്ചി തുണി തുന്നിച്ചേർക്കുന്നു. അതിനുശേഷം നമ്മൾ പുൽക്കൂടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഉണ്ണീശോയുടെ അടുത്ത് യേശുപിതാവും മാതാവും അവരുടെയൊക്കെ കൈകളിങ്ങനെ ഇണങ്ങിക്കൊണ്ടിരിക്കുന്നു. പൂജരാജാക്കന്മാർ അവരെ സമ്മാനങ്ങൾ ഉണ്ണീശോയ്ക്ക് കൊണ്ടുവന്ന സമ്മാനങ്ങൾ സമർപ്പിക്കുന്നതായിട്ടും അവരുടെയൊക്കെ ആ ഒരു സമർപ്പണവും അതുപോലെ തന്നെ ഗിഫ്റ്റ് കൊടുക്കുന്നതൊക്കെ ആയിട്ട് അത് എല്ലാം ഒരു മൂമെൻറ്റിലാണ് ചിത്രീകരിച്ചിരിക്കുക. ഇവിടെ ഇതാ ഒരു അമ്മച്ചി
ഫ്രൈ ചെയ്ത് എടുക്കുന്ന സാധനങ്ങൾ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ അപ്പുറത്ത് വേറെ ഒരു അപ്പാപ്പൻ കൊട്ട ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അങ്ങനെ എല്ലാം തന്നെ ഈ ഒരു പുൽക്കൂട്ടിനുള്ളിൽ ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. ഇനിയും വ്യത്യസ്തമായ ഈ പുൽക്കൂടുകളുടെ ഉള്ളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും പഴയ ഒരു ടി വി, കാലപ്പഴക്കമുള്ള ടി വിയുടെ അകത്ത് ഒരു പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പഴയ രാജകൊട്ടാരങ്ങളെ ദൃശ്യമാക്കിയിട്ടുള്ള ആ ഒരു പുൽക്കൂട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തൊട്ടപ്പുറത്ത് ഇതാ ടെന്നീസ് ബോളും ബാറ്റും കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പുൽക്കൂട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ നിന്ന് മുന്നോട്ട് നോക്കുമ്പോൾ ഇതൊരു പലവിധ കൾച്ചറുകൾ ഒക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണ് നമ്മളിവിടെ കാണുക. അവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ ഇത് വലിയൊരു വൈൻ ജാറാണ്. ആ വൈൻ ജാറിനുള്ളിൽ അല്ലെങ്കിൽ വൈനുണ്ടാക്കുന്ന ആ ഒരു ഇതിൻ്റെ ഉള്ളിൽ ഒരു പുൽക്കൂട് നിർമ്മിച്ചിരിക്കുന്നതാണ് നമ്മൾ ഇവിടെ കാണുക. ഒരു വ്യത്യസ്തമായ ഒരു കൺസെപ്റ്റിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കാർഡ്ബോർഡ് ബോക്സ് വെട്ടിവെച്ചിരിക്കുകയാണ്. അതിലേക്ക് ലൈറ്റ് കൊടുക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ അത് പ്രതിഫലിക്കുന്നു. ഇവിടെ ഒരു കൽഭരണിയുടെ ഉള്ളിൽ ഒരു ക്രിബ് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ ഒരു ക്രിബിൻ്റെ പ്രത്യേകതയും ഇതെല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒട്ടകം തലപൊക്കുകയും താഴ്ത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തൊട്ടടുത്ത് ആള് കൈകൾ ഉയർത്തിക്കൊണ്ട് നക്ഷത്രത്തെ നോക്കുന്നതായിരിക്കാം. അങ്ങനെ എല്ലാം നമ്മൾ ഓരോ ഇതിലേക്ക് നോക്കുമ്പോഴും ഓരോ സ്റ്റാച്ചുവിലേക്ക് നോക്കുമ്പോഴും ഓരോന്നും ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തന്നെ കണ്ട് ആസ്വദിച്ചു കൊള്ളുക മനോഹരമായ ഈ ഒരു പുൽക്കൂട്. ഇവിടെ യൂസഫ് പിതാവിൻ്റെ മടിയിൽ പരിശുദ്ധ മാതാവ് കിടക്കുന്നതായിട്ട് കാണാം. ഒരു കയ്യിൽ ഉണ്ണീശോ, അപ്പുറത്തെ കൈ കൊണ്ട് പരിശുദ്ധ അമ്മേനെ ഇങ്ങനെ തലോടുന്നതായിട്ട് നമുക്ക് കാണാം. കഴുത, അപ്പുറത്ത് പശു, ഇതെല്ലാം ഇങ്ങനെ ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൂജ രാജാക്കന്മാർ അവരുടെ സമ്മാനങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാം ഇങ്ങനെ ചലനത്തിലാണ്. ഇതിനെല്ലാം ഓരോ ഇവിടെ അടുത്ത് വന്ന് നിൽക്കുമ്പോഴും അതിൻ്റെ സൗണ്ട് കേൾക്കാം കേട്ടോ. ഓരോന്നും ഇങ്ങനെ സൗണ്ട് കേൾക്കാം. അത് മനോഹരമായിട്ടുള്ള ശബ്ദത്തിലാണ് അത് ക്രമീകരിച്ചിരിക്കുക. ഇവിടെ ഈ ഒരു കഴുതിക്ക് ലാടയടിക്കുന്ന ആ ഒരു സൗണ്ട് വളരെ മനോഹരമായിട്ടുള്ളൊരു സൗണ്ടാണ്. തൊട്ടപ്പുറത്ത് ലാസറും ധനവാനും ചിത്രീകരിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. അങ്ങനെ ഓരോന്നും വളരെ മനോഹരമായിട്ട് തന്നെ വളരെ ആസ്വദിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു കൃപാണ്. ഒത്തിരി നേരം നോക്കിയിരിക്കാനും കൗതുകമുണർത്തുന്ന, അതേസമയം തന്നെ സുവിശേഷം ഇങ്ങനെ ചിത്രങ്ങളിലൂടെ അല്ലെങ്കിൽ സ്റ്റാച്ചുകളിലൂടെയൊക്കെ അനങ്ങുന്ന സ്റ്റാച്ചുകളിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന മനോഹരമായ ഒരു പുൽക്കൂട്. റോമിലെ പബ്ലിക് ട്രാൻസ്പോർട്ടിന് ഉപയോഗിക്കുന്ന ബസ്, ആ കമ്പനിയുടെ പേരാണ് ATAC. അവർ നിർമ്മിച്ചിരിക്കുന്ന ഒരു മനോഹരമായ പുൽക്കൂടാണ്. ബസ്സിൻ്റെ ഉള്ളിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണ് നമ്മൾ കാണുക.
ഇതാ ഇവിടെ അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂഗോളത്തെയാണ് ചിത്രീകരിക്കുക. അതിന് ഉള്ളിൽ പുൽക്കൂട് വെച്ചിരിക്കുന്നതായിട്ട് പുൽക്കൂട് കാണിച്ചിരിക്കുന്നു. ഉണ്ണീശോ ഭൂമിയിൽ വന്ന് പിറന്നതിൻ്റെ അടയാളമായിട്ടത് സൂചിപ്പിക്കുന്നു. എന്തു തന്നെ ആയാലും ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ പുൽക്കൂടുകളെല്ലാം അതിമനോഹരമാണ്, കൗതുകമുണർത്തുന്നതാണ്. കണ്ടാസ്വദിക്കാനായിട്ട് നമ്മളെല്ലാവരും കൺകുളിർക്കെ കാണാനായിട്ട് ഉള്ളതുണ്ട് താനും. എന്നാൽ അതിനൊക്കെ അപ്പുറത്ത് ഈശോ ഈ ലോകത്തിൽ വന്നു പിറന്നത് മനുഷ്യ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ്, ലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ്. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17 പറയുന്നത് പോലെ ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കുവാനല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ഭൂമിയിൽ ജനിച്ചതെന്ന വലിയ സദ്വാർത്ത നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഫയർഫോഴ്സ് അല്ലെങ്കിൽ അഗ്നിസേനാംഗങ്ങൾ നിർമ്മിച്ചിരിക്കുന്ന ഒരു പുൽക്കൂടാണ് ഇവിടെ നമ്മൾ കാണുക. തീയിലകപ്പെട്ട കുടുംബത്തെ രക്ഷിക്കുന്ന ഒരു പുൽക്കൂടിനെയാണ് ഇവിടെ ചിത്രീകരിക്കുക. യുദ്ധത്തിനിടയിൽ തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കൊക്കെ ഇടയിൽ, ഗാസയിലും അതുപോലെ തന്നെ യുക്രൈനിലൊക്കെ യുദ്ധം നടക്കുകയാണ്. അവിടെയൊക്കെ തകർന്നടിഞ്ഞ് കിടക്കുന്ന കെട്ടിടങ്ങൾ അത് ചിത്രീകരിച്ചുകൊണ്ടാണ് അതിനിടയിൽ ക്രിസ്തു ഈശോ പിറന്നിരിക്കുന്നതായിട്ടും പ്രത്യാശയുടെ കിരണമായിട്ട് പ്രകാശമായിട്ട് നിൽക്കുന്ന ഒരു ചിത്രീകരണമാണ് ഇവിടെ ഈ ഒരു പുൽക്കൂട്ടിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക.
ഒരു 3D പെയിൻറ്റിങ് പുൽക്കൂടാണ്. പക്ഷേ അതൊന്ന് സൂം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വലിയ ഒരു ഗുഹയും അതോടൊപ്പം തന്നെ ആ ഗുഹയുടെ അപ്പുറത്ത് സമുദ്രമൊക്കെ ആയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ജൂബിലി വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള ക്രിസ്മസ് പുൽക്കൂടുകളൊക്കെ കണ്ടു, പ്രാർത്ഥിച്ചു. നമ്മൾ ജൂബിലി വർഷത്തിൻ്റെ സമാപനത്തിലാണ്. 2025 ജൂബിലി സമാപനത്തിൽ എത്തിയിരിക്കുമ്പോൾ ജൂബിലിക്ക് തുറന്ന ഹോളി ഡോറുകളൊക്കെ മേജർ ബസിലിക്കകളായ സെൻറ്റ് പീറ്റേഴ്സ്, സെൻറ്റ് പോൾസ്, മരിയ മജോറ, ലാത്രാൻ ബസിലിക്കകളുടെയൊക്കെ ഹോളി ഡോറുകളൊക്കെ അടയ്ക്കുന്ന ചടങ്ങുകൾ ക്രിസ്മസിന് ശേഷം നടക്കുന്നതാണ്. ഏറ്റവും അവസാനം സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ഹോളി ഡോർ അടയ്ക്കുക ജനുവരി 6-ാം തീയതിയാണ്. ജൂബിലി വർഷത്തിൽ നമുക്ക് പ്രാർത്ഥനാപൂർവം ഈശോയുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ഈശോ നൽകുന്ന സന്തോഷവും സമാധാനവും രക്ഷയൊക്കെ നമ്മുടെ ഹൃദയങ്ങളിൽ ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് സദ്വാർത്തിയായിട്ട് കൊടുക്കുവാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കട്ടെ. ബഹുമാനപ്പെട്ട അനുവിനച്ചൻ പറഞ്ഞതുപോലെ ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റിയതിൻ്റെ ഓർമ്മയാണ് ക്രിസ്മസ്. തൻ്റെ ഏകജാതനെ മനുഷ്യരക്ഷയ്ക്കായിട്ട് ലോകത്തിന് നൽകിയതിൻ്റെ ഓർമ്മ. നമുക്കും നമ്മുടെ വാഗ്ദാനങ്ങൾ നിറവേറ്റിക്കൊണ്ട് മറ്റുള്ളവർക്ക് സദ്വാർത്തകളായിട്ട് മാറാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.